ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബികോം വേഴ്സസ് BBA. അപ്പോൾ അതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതിന് ശേഷം കണ്ടൻറ്റിലേക്ക് വരാം. ആക്ച്വലി ഞാൻ +2 പഠിച്ചത് സയൻസ് ഗ്രൂപ്പായിരുന്നു. എന്നിട്ട് ഞാൻ BBA ആണ് ഞാൻ പിന്നീട് ഡിഗ്രി ചെയ്തത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ധാരണ ഇല്ല. കാര്യം +2 കഴിഞ്ഞ് എന്ത് കോഴ്സ് എടുക്കണം, എങ്ങനെ ഫ്യൂച്ചർ കൊണ്ടുപോകണം എന്നുള്ള ഒരു നോളജ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോമൺ ആയിട്ട് ഒരു സിമ്പിളായിട്ടൊരു ഡിഗ്രി ചെയ്യുക എന്നുള്ളതായിരുന്നു മൈൻഡിൽ വന്നത്. നമ്മൾക്ക് പറഞ്ഞു തരാനോ അതിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് പറഞ്ഞു തരാനുണ്ടാവും. നിങ്ങളെ ഏട്ടന്മാരൊക്കെ ഡിഗ്രി പഠിച്ചവരുണ്ടാവും, അങ്ങനെ കുറേ പേരുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BBA ഓർ BCom ഏതാണ് ബെറ്റർ ഓപ്ഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. മെയിനായിട്ട് കൊമേഴ്സ് ഗ്രൂപ്പ് +2 പഠിച്ചു വന്നവർക്ക് 2 ഓപ്ഷനാണുള്ളത്. അത് ഒന്ന് BCom-ഉം BBA-യും. ഓക്കെ, എന്ന് വെച്ച് സയൻസ് എടുത്തവർക്ക് BBA-യും BCom എടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, പറ്റും. അത് പറ്റും. +2 ഏത് ഗ്രൂപ്പ് എടുത്തവർക്കും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മളുടെ ജോലി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. BCom അഥവാ ബാച്ചിലർ ഓഫ് കൊമേഴ്സ്, ഇത് ഒരു ട്രഡീഷണൽ കോഴ്സാണ്. അപ്പോൾ BCom ഫോക്കസ് ചെയ്യുന്ന 5 ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്, ഫിനാൻസ്, എക്കണോമിക്സ്, ടാക്സേഷൻ, ഓഡിറ്റ്. അപ്പോൾ ഇതിന് അക്കാദമിക് ഡെപ്ത് വളരെ കൂടുതലാണ്, സ്പെഷ്യലി ഫോർ ഫിനാൻസ് റിലേറ്റഡ് കരിയർ. ഗവൺമെൻറ് ജോബ്, ബാങ്കിങ് എക്സാംസ്, CA, CMA, ACCA പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഇത് ഭയങ്കര സ്യൂട്ടായിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് BBA പരിചയപ്പെടാം. BBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊരു മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് കോഴ്സാണ്. മെയിനായിട്ട് ഇത് 5 ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്: മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, ബിസിനസ് മാനേജ്മെൻറ്റ്, എൻ്റർപ്രണർഷിപ്പ്, ഓപ്പറേഷൻ. സോഫ്റ്റ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഭയങ്കര എക്സ്പോഷർ കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. MBA ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് BBA ഗിവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് BBAയും BCയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും 3 ഇയർ കോഴ്സാണ്. BCom മോർ തിയറി ബേസ്, BBA മോർ പ്രാക്ടിക്കൽ ബേസ്. BCom ഹെൽപ്സ് ഇൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് റോൾ. BBA ഹെൽപ്സ് ഇൻ മാനേജ്മെന്റ്, HR, മാർക്കറ്റിംഗ് റോൾ. BBAയിൽ പ്രൊജക്റ്റും പ്രസന്റേഷൻസും കൂടുതലാവും. BComലാണെന്നുണ്ടെങ്കിൽ അക്കാദമിക്സിലാണ് ഇവരുടെ മെയിൻ ഫോക്കസ്. BCom CA, CMA പാത്തിന് ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് ആണ്. BBA ബെറ്റർ ആയിട്ടുള്ളത് MBA മാനേജ്മെന്റ് ജോബ്സിനാണ്. ഓക്കെ, ഫിനാൻസ്, അക്കൗണ്ട്സ്, ഗവൺമെന്റ് ജോബ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് BBA നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, അതുപോലെ കോർപ്പറേറ്റ് ജോബുകളും ഫോക്കസ് ചെയ്യുന്നവർക്ക് BBA ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ പാഷൻ, ഗോൾസ്, ലേണിംഗ് സ്കില്ല്, ഇതൊക്കെയാണ് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചതിന് ശേഷം മാത്രം കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോഴ്സുകൾ എവിടെയൊക്കെ നല്ല കോളേജിലുണ്ടെന്നും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ BCA, BCom പോലുള്ള കോഴ്സുകൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള 10 അടിപൊളി കോളേജ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏതൊക്കെ അടിപൊളി കോളേജ് ഉണ്ട്, ടോപ്പ് 10 നമ്മൾ പരിചയപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. ബൈ.